അപ്പോൾ ദുരിതപ്പെയ്ത്തിൽ ഒറ്റപ്പെട്ട തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകൾ. തിരുനെൽവേലി തൂത്തുക്കുടി ദേശീയപാതയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം നിരോധിച്ചു. താമരഭരണി നദി കരകവിഞ്ഞതോടെയാണ് പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടത്. തൂത്തുക്കുടിയിൽ നിന്നും NG പ്രതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദുരിതപ്പെയ്ത്തിൽ തെക്കൻ തമിഴ്നാടിന്റെ പല മേഖലകളും ഒറ്റപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുനെൽവേലി തൂത്തുക്കുടി ദേശീയപാതയിലാണ്. ഈ ദേശീയപാതയിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന നിലയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ടായി. ഈ റോഡിന് മീതെ നദി കരകവിഞ്ഞ് ഒഴുകിയതോടുകൂടിയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രളയപ്പെയ്ത്തും ഒപ്പം വെള്ളപ്പൊക്കവും ഉണ്ടായിരിക്കുന്നത്. തൂത്തുക്കുടിയിൽ നിന്ന് തിരുനെൽവേലിയിലേക്കോ തിരുനെൽവേലിയിൽ നിന്ന് തൂത്തുക്കുടിയിലേക്കോ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഈ യാത്ര പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വയലുകളാണ്, കൃഷി ഇറക്കിയിരുന്ന പാടങ്ങളാണ്. ഈ പാടങ്ങളിലേക്കാണ് താമ്രഭരണി നദി കരകവിഞ്ഞൊഴുകുകയും ഈ പാടത്തേക്ക് മുഴുവൻ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രണ്ട് വശവും പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. இந்த இடம் ரொம்ப மோசமா இருக்கு. இன்னும் குறையுமான்னு தெரியல. வாய்க்கால்ல பூரா அதிகமா தண்ணி வந்துகிட்டு தான் இருக்கு. இன்னும் குறையிற மாதிரி ஐடியாவும் இல்லை. முன்னாடி இந்த மாதிரி வந்ததே கிடையாது. 1991 வந்துச்சு. இப்போ அதுக்கு பிறகு இப்பதான் வந்திருக்கு. രക്ഷാപ്രവർത്തകർ ഈ മേഖലയിലൊക്കെ തന്നെ എത്തുമെന്നതാണ് പറയാൻ അധികാരികളടക്കം പറയുന്ന കാര്യം. ഈ മഴ ഇപ്പോഴും തുടരുകയാണ്. ഈ മഴയ്ക്ക് ഇതുവരെയും യാതൊരു ശമനവുമില്ല. വരും മണിക്കൂറുകളിലും മഴ കൂടുതൽ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പും നൽകിയിരിക്കുന്നത്. തിരുനെൽവേലിയെയും തൂത്തുക്കുടിയെയും ഈ ദുരിതപ്പെയ്ത്ത് പൂർണ്ണമായും ബാധിച്ചിട്ടുണ്ട്. ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നു. കൂടുതൽ ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ ശക്തമായ മഴയിൽ കൂടുതൽ ഡാമുകൾ തുറന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രളയം പല മേഖലകളിലും ഉണ്ടാകുന്നത്. പാപനാശം ഡാം തുറന്നതിന് പിന്നാലെയാണ് താമരഭരണിയാർ കരകവിഞ്ഞൊഴുകുകയും അത് തിരുനെൽവേലിയെ വലിയ തരത്തിൽ തിരുനെൽവേലി നഗരത്തെ അടക്കം മുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. കൂടുതൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ ഉള്ളവരൊക്കെ തന്നെ ഈ മാറി താമസിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ട്രെയിൻ സർവീസുകളും ഒപ്പം വിമാന സർവീസുകളും ഒക്കെ തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷിത സ്ഥാനത്ത് ആളുകൾ തുടരണമെന്നൊരു നിർദ്ദേശമാണ് അധികാരികൾ നൽകുന്നത്. അപ്പോൾ അതാണ്. അവിടെയൊക്കെ വലിയ മഴയാണ്. നമ്മുടെ ഇവിടെയും മഴക്കാലമാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെയൊക്കെ മൂടിക്കെട്ടിയൊക്കെ നിൽപ്പാണ്. തിരുവനന്തപുരത്തൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ 2 ദിവസം കൂടി മഴ തുടരും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. പ്രേക്ഷകർ ജസ്റ്റ് ഒരു കരുതൽ, ഒരു ജാഗ്രത എടുക്കുക. ഇതാ ഇവിടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുകയാണ്, എന്തായിരുന്നു അത് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ സിദ്ദിഖാണ് ചോദിക്കുന്നത്. കടക്കപ്പുറത്തെന്ന് പറഞ്ഞതും ഗെറ്റ് ലോസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഓർ ഇൻകറക്റ്റ് രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പിന്നെ എന്നെ കേൾക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം പദാവലികൾ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ ക്രിമിനൽസ്, ഗുണ്ട എന്നൊക്കെ പറയുന്ന പദാവലികൾ മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ടതല്ല. അത് നല്ല വാക്കുകളല്ല എന്ന് പറഞ്ഞാൽ അത്യധികം രോഷത്തിൽ ചില ആളുകൾ ചില സന്ദർഭങ്ങൾ പറയുന്നതാണ്. അതിനെ ജീവിതത്തിലേക്ക് പകർത്താതിരിക്കുക. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.